ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റിയാൽ, അവനെ തളർത്തിക്കൊണ്ട് കടത്തിയാൽ, ബോധം കെടുത്തിക്കൊണ്ട് കടത്തിക്കഴിഞ്ഞാൽ അവനക്ക് ആ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ഒട്ടു ശക്തി ഉണ്ടാകുമോ? ഒരനുഭവം പഠിച്ചോ? അവനക്ക് എന്ത് കഴിവാണുണ്ടാകുക? അതിലും ലക്ഷങ്ങൾ കോടിക്കണക്കിൽ ഉപരിതമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നാവ് ചലിക്കാൻ അള്ളാഹു പൊരുത്തപ്പെട്ട മോമിനീങ്ങൾക്കല്ലാതെ, അള്ളാഹുവിന്റെ മുഹ്തഖീങ്ങൾക്കല്ലാതെ സാധ്യമല്ല. അത് വളരെയധികം സൂക്ഷിച്ചു, എല്ലാവരും സൂക്ഷിച്ചു. അതുകൊണ്ട് മതി ഈ ലോകത്തിന്റെ, ഈ നശീകരമായിരിക്കുന്ന ലോകത്തിന്റെ ആഡംബരങ്ങളും ഒക്കെ മതി. നമ്മളുടെ ആഡംബരത്തിൽ ലയിച്ച് നമ്മളെ മക്കള്, നമുക്കുണ്ടാകുന്ന ഈ ശത്തനായിരിക്കുന്ന ഹൃദയം ചത്ത ശവമായിക്കൊണ്ട് നടക്കുന്ന നമുക്കുണ്ടാകുന്ന മക്കളവസ്ഥ എന്തായിരിക്കും? അവർക്കുണ്ടാകുന്ന മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? കണ്ടോ? വല്ലസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ആ പരമ്പര അവസാനം വരെയുള്ള എല്ലാ പരമ്പരയും ലഫീ ഖുസ്ർ, നഷ്ടത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആൻ ഇതാണ് അവസ്ഥ ഇതാണ്. പരമ്പര തന്നെ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചോ. നമ്മൾ തീക്കാറ്റിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ചുഴലിക്കാറ്റിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, കുലുങ്ങുന്ന ഭൂമിയുടെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് നമ്മൾ സൂക്ഷിച്ചോ. അല്ലേ? ഒരു വണ്ടിയിൽ യാത്ര ചെയ്യും പോലെ, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ, അല്ലേ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ആ വണ്ടിയിലല്ലേ നമ്മളുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പം വണ്ടി നമുക്ക് ഉദ്ദേശിച്ചതിൽ എത്താൻ കഴിയൂലല്ലോ. അതെവിടെയെങ്കിലും പോയിട്ട് കുണ്ടിൽ മറിഞ്ഞാലോ? അപ്പം എന്താ നമ്മളവസ്ഥ? അതേപോലെ ചലിക്കുന്നതിൻ്റെ ഭൂമിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. പുറത്തൊക്കെ നമ്മളുടെ മക്കളും നമ്മളുടെ കുടുംബങ്ങളും നമ്മളുമൊക്കെ മോശമായി കഴിഞ്ഞാൽ, നമ്മളെ ഹൃദയങ്ങളൊക്കെ ചത്തുകഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകയില്ല. അള്ളാഹു നമ്മളെ നശിപ്പിക്കുന്നു. തീക്കാറ്റുകളെ കൊണ്ട് നശിപ്പിക്കും, ചുഴലിക്കാറ്റുകളെ കൊണ്ട് നശിപ്പിക്കും, ഭൂമി കുലുക്കങ്ങളെ കൊണ്ട് അള്ളാഹു നശിപ്പിക്കും.